ഹായ് മക്കളെ, ഓണം എക്സാമിന് ശേഷം നിങ്ങളെ കണ്ട മുഖമല്ല ക്രിസ്മസ് എക്സാമിന് ശേഷം നിങ്ങളിൽ കാണാൻ സാധിച്ചതെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഒരുപാട് കാരണങ്ങളാണ് നിങ്ങളെ വേവലാതിപ്പെടുത്തിയത്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്ന സമയത്താണ് ക്രിസ്മസ് എക്സാമിന് ചെറിയൊരു അടി കിട്ടിയത്. പ്രതീക്ഷിക്കാത്ത പല ചോദ്യങ്ങളും വന്നു. മക്കളെ പേടിക്കേണ്ട, നിങ്ങൾ എപ്പോഴൊക്കെ ഡൗൺ ആവുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങളെ കൈപിടിച്ചുയർത്താൻ സൈലം ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഒരു കുഞ്ഞു കഥയിലൂടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വിഷയം അവതരിപ്പിക്കുന്നത്. പണ്ടൊരു കൊലയാളി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. അദ്ദേഹത്തിന്റെ വധശിക്ഷ നടപ്പിലാക്കുന്ന ദിവസം ആ സ്ഥലത്തുള്ള പോലീസുകാർ ഈ കൊലയാളിയുടെ 2 കൈകളും പിറകോട്ട് കെട്ടി. എന്നിട്ട് വധശിക്ഷ നടപ്പിലാക്കുന്ന ആ ദിവസം അദ്ദേഹത്തെ ഒരു റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ റൂമിൽ എത്തിയ സമയത്ത് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ആ റൂമിന്റെ കറക്റ്റ് സെന്ററിലായിട്ട് ഒരു ഗ്ലാസ് റൂം, വേറൊരു ഗ്ലാസ് റൂം ഉണ്ട്. ആ ഗ്ലാസ് റൂമിന്റെ കറക്റ്റ് സെന്ററിലായിട്ട് ഒരു ചെയർ ഉണ്ട്. ആ ഗ്ലാസ് റൂം നിറയെ വിഷപ്പാമ്പുകളാണ്. ഈ ഒരു കാഴ്ച കണ്ട് ആ കൊലയാളി ഞെട്ടുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ 2 കണ്ണുകളും ഒരു കറുത്ത തുണി കൊണ്ട് മറയ്ക്കുകയാണ്. എന്നിട്ട് ആ പോലീസുകാർ ഇദ്ദേഹം കാണാതെ ആ ഗ്ലാസ് മുറിക്കകത്തുള്ള എല്ലാ വിഷപ്പാമ്പുകളെയും അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് ഈ കൊലയാളിയെ ആ ചെയറിലേക്ക് കൊണ്ടുവിടുന്നു. എന്നിട്ട് ആ പോലീസുകാരിൽ ഒരാൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന 2 മുട്ടുസൂചികൾ വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ കാലിൽ 2 കുത്തു കൊടുക്കുന്നു. ഈ ഒരു സമയത്ത് ആ കൊലയാളിയുടെ മനസ്സിലുണ്ടായിരുന്നത് ഈ കൊത്തിയത് അല്ലെങ്കിൽ ഈ കുത്തിയത് ഒരു വിഷപ്പാമ്പാണ് എന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം മാനസികമായി തളരുകയും അവിടെ മരിച്ചു വീഴുകയുമാണ് ചെയ്യുന്നത്. എന്താണ് ഈ ഒരു കഥയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കാര്യം മറ്റൊന്നുമല്ല, ഇവിടെ അദ്ദേഹത്തെ കൺട്രോൾ ചെയ്തിരുന്നത് അദ്ദേഹത്തിന്റെ മനസ്സാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് പറയുകയാണ്, കാരണം അദ്ദേഹം അതിന്റെ തൊട്ട് മുമ്പ് കണ്ടത് വിഷപ്പാമ്പുകളെ, ആ റൂമിനകത്ത് വിഷപ്പാമ്പുകളെയാണ്. ആ വിഷപ്പാമ്പാണ് അദ്ദേഹത്തെ കൊത്തിയതെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് അദ്ദേഹം മാനസികമായി ഡൗൺ ആകുന്ന സമയത്ത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിനോട് നമ്മൾ നിരന്തരമായിട്ട് പറയുകയാണ്, മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് എനിക്ക് ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്, എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ്, എനിക്ക് ഓൺ എക്സാമിന് ചെയ്ത സമയത്ത് എനിക്ക് ഉത്തരം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിനോട് പറയാതിരിക്കുക. പകരം നിങ്ങൾ ഓണം എക്സാമിന് വേണ്ടി പഠിച്ച അതേ രീതിയിൽ അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിച്ച അതേ രീതിയിൽ നിങ്ങൾ വീണ്ടും പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ആ സബ്ജക്റ്റ് നിങ്ങൾ ഇഷ്ടപ്പെടുക. എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് മക്കളെ, നിങ്ങളുടെ റിസൾട്ട് അല്ല നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പല ആളുകളും ഇൻട്രസ്റ്റോട് കൂടിയാണ് മാത്തമാറ്റിക്സ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും മക്കളെ, ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ പറയുന്ന എനിക്ക് പോലും മാത്തമാറ്റിക്സിൽ 10ാം ക്ലാസ്സിൽ A+ ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഇൻട്രസ്റ്റ് ആണ് ഇന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് എന്നെ മാറ്റിയത്. അത് തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത്. ഒരു സബ്ജക്റ്റ് പഠിക്കാൻ ഏറ്റവും ആദ്യം വേണ്ടത് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പീക്ക് എന്ന് പറയുന്നത് ആ സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും അത് പഠിക്കാൻ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുക്കുകയും തന്നെയാണ്. മക്കളെ നിങ്ങൾ പേടിക്കേണ്ട. ഫൈനൽ എക്സാമിന് അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് മോഡൽ എക്സാം ഒക്കെ വരാനിരിക്കുന്നുണ്ട്. ഈ പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനൊക്കെ നമ്മൾ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയണം, മാത്തമാറ്റിക്സ് അങ്ങനെ ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒന്നുമല്ല. ഇതുവരെ ഞാൻ ഇൻട്രസ്റ്റോട് കൂടി പഠിച്ചു, ഇനി ഞാൻ എൻ്റെ മാക്സിമം എടുത്ത് ഞാൻ പഠിക്കും. കാരണം ഈ ഫസ്റ്റ് ടൈമിലെ ചോദ്യങ്ങൾ വന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയത്. അത് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ്. പഠിച്ചിരുന്നുവെങ്കിൽ അതും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. സത്യമല്ലേ? അപ്പോൾ നമ്മൾ ഈ മോഡൽ എക്സാമിന് വേണ്ടി മുഴുവൻ ചാപ്റ്റേഴ്സും പഠിക്കാൻ പോവുകയാണ്. പഠിക്കാത്തതിൻ്റെ പേരിൽ ഇനി എന്താക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് മാർക്ക് കുറയാൻ പോകുന്നില്ല. ഇനി നിങ്ങളെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടായിരിക്കും ഞങ്ങൾ ഗൈഡ് ചെയ്ത് മുന്നോട്ട് നയിക്കുന്നത്. സോ നിങ്ങൾ വീണ് പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു കൈ അല്ലെങ്കിൽ 2 കൈകളും കൂട്ടി ഞങ്ങൾ എഴുന്നേൽപ്പിക്കുകയാണ്. മക്കളെ, നിങ്ങൾ സൈലത്തോടൊപ്പം ഉറച്ച് വിശ്വസിക്കുക. കൃത്യമായിട്ട് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കും. എല്ലാ ചാപ്റ്റേഴ്സും ഞങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങൾ എവിടെയും വീണ് പോയിട്ടില്ലടാ മക്കളെ. നിങ്ങളുടെ തോളോട് തോൾ ചേർത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നടക്കാം. ഒരുമിച്ച് നമുക്ക് ഈ മോഡൽ എക്സാമും ഈ പബ്ലിക് എക്സാമും നേടാൻ പറ്റും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. കൂടുതലൊന്നും പറയുന്നില്ല മക്കളെ. എപ്പോഴും നിങ്ങളുടെ എഫേർട്ടിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ പറയുക, അത് തന്നെയാണ് എൻ്റെ വിജയം എന്ന് നിങ്ങൾ നിരന്തരമായിട്ട് പറയുക. പകരം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത്, എനിക്കിനി നേടാൻ പറ്റുമോ, എനിക്കിനി ചെയ്യാൻ പറ്റുമോ എന്നൊരു തോന്നൽ നിങ്ങൾ കൊണ്ടുവരാതെ എനിക്കിനി നേടാൻ പറ്റും, എനിക്കിനി ചെയ്യാൻ പറ്റുമെന്ന ഒരു തോന്നൽ നിങ്ങൾ എപ്പോഴൊക്കെ നെഗറ്റീവ് ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നോ അപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ നിറയെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നിറയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഏത് പ്രതിസന്ധികളെയും ഏത് ടഫായിട്ടുള്ള ചോദ്യങ്ങളെയും നിങ്ങൾക്ക് നേരിടാനുള്ള ഒരു കരുത്ത് നിങ്ങളുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും നിങ്ങളുടെ മനസ്സ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.